ഇപ്പോൾ വരുന്ന വാർത്ത അത് നിലമ്പൂരിലെ പോളിംഗ് ശതമാനമാണ്. നിലമ്പൂരിൽ 75.27% പോളിംഗ്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കണക്ക് പുറത്തു വന്നിരിക്കുകയാണ്. മുബഷിർ പി അക്ബർ നമുക്കൊപ്പം. മുബഷിർ, 75.27% പോളിംഗ് നടന്നിരിക്കുന്നു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ. അത് ഒരു മികച്ച പോളിംഗായി തന്നെയല്ലേ കാണേണ്ടത്? അതും ഒരു ഉപതെരഞ്ഞെടുപ്പിൽ കേവലം 7-8 മാസം മാത്രം അടുത്ത തെരഞ്ഞെടുപ്പിലേക്ക് ബാക്കി നിൽക്കുമ്പോൾ. തീർച്ചയായും നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിന്റെ ചരിത്രത്തിൽ തന്നെ ഈ അടുത്ത് ഉണ്ടായ തെരഞ്ഞെടുപ്പുകളിൽ 2011 മുതൽ പരിശോധിക്കുമ്പോൾ ഏറ്റവും മികച്ചൊരു പോളിംഗ് ശതമാനമായി തന്നെ ഇത് മാറുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സുജയ പാർവതി, ഇന്നലെ രാത്രി ഏറ്റവും ഒടുവിൽ PRD പുറത്തുവിട്ട കണക്ക് പ്രകാരം അത് 74 പോയിന്റ് സംതിങ് ആയിരുന്നു ഉണ്ടായിരുന്നത്. 3 ബൂത്തുകളിലെ ആ പോളിംഗ് ഉൾപ്പെടെ ആ ഒരു നമ്പർ ഉൾപ്പെടെ എണ്ണാനുണ്ടായിരുന്നു എന്നുള്ളതായിരുന്നു PRD പുറത്തുവിട്ടിരുന്നത്. ഇന്നിപ്പോൾ ഏകദേശം 12:03 PRDയുടെ ഗ്രൂപ്പിൽ വന്ന കണക്ക് പ്രകാരം 75.27% നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നിലമ്പൂരിന്റെ തന്നെ ഉപതെരഞ്ഞെടുപ്പിന്റെ ചരിത്രത്തിലെയും ഏറ്റവും മികച്ച ഒരു പോളിംഗ് ശതമാനമായി ഇത് മാറുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പോളിംഗ് വർദ്ധിക്കുന്നത് മുന്നണികളുടെ അവകാശവാദങ്ങളും ഒരു ഭാഗത്ത് വർദ്ധിക്കുന്നതിനിടയാക്കിയിട്ടുണ്ട്. മണ്ഡലത്തിലെ മൊത്തം വോട്ടേഴ്സ് 2,32,000 സംതിങ്ങാണ് വരുന്നത് നമുക്കറിയാം. അപ്പോൾ സ്വാഭാവികമായിട്ടും നിലവിലെ പോളിംഗ് ശതമാനം അനുസരിച്ച് 1,75,000-അടുത്ത് വോട്ടേഴ്സ് വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടെന്ന് വേണം മനസ്സിലാക്കാൻ. പ്രതികൂലമായിട്ടുള്ള കാലാവസ്ഥയുണ്ടായിരുന്നു. തുടർച്ചയായിട്ടുള്ള തെരഞ്ഞെടുപ്പുകൾ മണ്ഡലത്തിലെ ജനങ്ങളിൽ മടുപ്പുണ്ടാക്കിയിട്ടുള്ളത് പോളിംഗിനെ ബാധിക്കുമോ എന്നൊരു ആശങ്കയൊക്കെ തന്നെ ജനങ്ങൾക്കുണ്ടായിരുന്നു. അതൊക്കെ തന്നെ മറികടന്നുകൊണ്ട് മികച്ചൊരു പോളിംഗ് ശതമാനത്തിലേക്ക് തന്നെ നിലമ്പൂർ എത്തിയിരിക്കുന്നു. ജനാധിപത്യത്തിന്റെ മഹോത്സവത്തിൽ പങ്കെടുത്തതിനു വേണ്ടി നിലമ്പൂരിലെ വിവിധയിടങ്ങളിൽ ആളുകൾ പോളിംഗ് ബൂത്തുകളിലേക്ക് എത്തി എന്നുള്ളതാണ് ഈ ഒരു പോളിംഗ് ശതമാനം തെളിയിക്കുന്നത്. നേരത്തെ തന്നെ ആര്യാടൻ ഷൗക്കത്ത് UDF സ്ഥാനാർത്ഥി പറഞ്ഞിരുന്നത് പോളിംഗ് ബൂത്തുകൾ വർദ്ധിച്ചതുകൊണ്ടാണ് സ്വാഭാവികമായിട്ടും ഇന്നലെ രാവിലെ ഒന്നും തന്നെ അത്രയധികം തിരക്ക് അനുഭവപ്പെടാതിരുന്നത്. വലിയ പോളിംഗ് ശതമാനത്തിലേക്ക് വൈകുന്നേരത്തോടുകൂടി അടുക്കുമെന്ന് സ്ഥാനാർത്ഥികളൊക്കെ തന്നെ പറഞ്ഞിരുന്നു. ആ നിലയിലേക്ക് തന്നെ കാര്യങ്ങൾ എത്തുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായിട്ടും വിജയിക്കാൻ പോകുന്ന മുന്നണികളുടെ വിജയ സാധ്യതകളെ ആ ഒരു എണ്ണത്തെ ഉൾപ്പെടെ ഈ പോളിംഗ് ശതമാനം നിർണ്ണയിക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. നിലവിൽ UDFന്റെ വിലയിരുത്തലനുസരിച്ച് 10,000-ന് മുകളിൽ ഒരു ഭൂരിപക്ഷം നേടി വിജയിക്കുമെന്ന അവകാശവാദം ഉന്നയിക്കുന്നുണ്ട്. പോളിംഗ് കൂടുന്നത് അവർക്ക് മുതൽക്കൂട്ടാകുമെന്നുള്ളതാണ് അവരുടെ വാദം. LDFും സമാനമായിട്ടുള്ള ഒരു തന്നെയാണ് ഉന്നയിക്കുന്നത്. അതായത് ശക്തി കേന്ദ്രങ്ങൾ ഉണ്ടല്ലോ. ഇപ്പോൾ അമരമ്പലത്താണ് പോളിംഗ് കൂടുന്നതെങ്കിൽ അത് ആർക്ക് ഗുണമാകും, മൂത്തേടത്താണ് പോളിംഗ് കൂടുന്നതെങ്കിൽ അത് ആർക്ക് ഗുണമാകും എന്നത് ഇരു മുന്നണികൾക്കും പകൽ പോലെ വ്യക്തമായ കാര്യങ്ങളാണ്. അപ്പോൾ എവിടെയാണ്, ഏതൊക്കെ ശക്തി കേന്ദ്രങ്ങളിലാണ് കൂടുതൽ പോളിംഗ് നടന്നിരിക്കുന്നത്? ഈ അന്തിമ കണക്കിന്റെ സ്പ്ലിറ്റ് ലഭ്യമായിട്ടുണ്ടോ? അല്പസമയത്തിനുള്ളിൽ തന്നെ അത് ലഭ്യമാകുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. സുജയ പാർവതി, നിലവിലെ കണക്കനുസരിച്ച് ഏറ്റവും അധികം ജനസംഖ്യയുള്ള പഞ്ചായത്ത്, ഏറ്റവും അധികം ബൂത്തുകൾ കൂടിയുണ്ടായിരുന്ന വഴിക്കടവ് പഞ്ചായത്തിലാണ് ഏറ്റവും അധികം പോളിംഗ് നടന്നിട്ടുള്ളത് എന്നുള്ളതാണ് നിലവിലെ സാഹചര്യത്തിൽ രാഷ്ട്രീയ മുന്നണികൾ പറയുന്നത്. ഔദ്യോഗികമായിട്ടത് PRD പുറത്തുവിട്ടിട്ടില്ല. അതോടൊപ്പം തന്നെ മൂത്തേടം, എടക്കര, പോത്തുകളിൽ ഉൾപ്പെടെയുള്ള പഞ്ചായത്തുകൾ, അമരമ്പലം ഉൾപ്പെടെയുള്ള പഞ്ചായത്തുകളിൽ നല്ല രീതിയിൽ പോളിംഗ് നടന്നിട്ടുണ്ട്. നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിലും ആ നിലയിൽ തന്നെയാണ് പോളിംഗ് ശതമാനം കണക്കാക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും മുന്നണികൾക്ക് മേൽക്കോയ്മയുണ്ടെന്ന് അവർ അവകാശപ്പെടുന്ന പഞ്ചായത്തുകൾ ഉൾപ്പെടെ നല്ല പോളിംഗ് നടന്നു എന്ന് അവർ തന്നെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അത് വിജയപ്രതീക്ഷകൾ അവർക്ക് കൂട്ടുന്നു എന്ന കാര്യത്തിൽ തർക്കമില്ല. അല്പസമയത്തിനുള്ളിൽ തന്നെ പഞ്ചായത്തുകൾ തിരിച്ചുള്ള ഒരു കണക്ക് നമുക്ക് PRDയിൽ നിന്ന് ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ സ്വാഭാവികമായിട്ട് കൃത്യമായിട്ടുള്ള ഒരു കണക്ക് നമുക്ക് പുറത്തുവിടാൻ സാധിക്കും. സുജയ, വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് മുബഷിർ പി അക്ബറാണ്. മുബഷിർ, തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഔദ്യോഗിക കണക്കാണ് ഇപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. 75.27% നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്ന പോളിംഗ്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഔദ്യോഗിക കണക്കാണിത്. 75.27% പോളിംഗ് നിലമ്പൂരിൽ നടന്നിരിക്കുകയാണ്. മുബഷിർ പി അക്ബർ, ഒരു കാര്യം കൂടി, നിലമ്പൂർ പോളിംഗ് 75% എത്തുമെന്ന് മുന്നണികൾ കണക്കാക്കിയിരുന്നു. പോളിംഗ് ശതമാനം കുറഞ്ഞേക്കുമെന്നൊരു ആശങ്കയിലായിരുന്നല്ലോ മുന്നണികളൊക്കെ. തീർച്ചയായും സുജയ, നമുക്കറിയാം നിലമ്പൂർ നിയോജക മണ്ഡലത്തിന്റെ ഈ അടുത്ത രാഷ്ട്രീയ ചിത്രം പരിശോധിക്കുമ്പോൾ ആദ്യഘട്ടത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ്, പ്രധാനപ്പെട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നു. രാഹുൽ ഗാന്ധി രാജിവെച്ചൊഴിവിലേക്ക് വീണ്ടും ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നു. പ്രിയങ്ക ഗാന്ധി മത്സരിച്ച് വിജയിച്ചതാണ്. അവിടെ നമ്മൾ കണ്ടതാണ് ആ ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിൽ പോളിംഗ് താരതമ്യേന വളരെ കുറവായിരുന്നു. സ്വാഭാവികമായിട്ടും അതിനുശേഷം മാസങ്ങൾക്കിപ്പുറം വീണ്ടും ഒന്നൊരു ഉപതെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് തന്നെ, അത് നിയമസഭാ മണ്ഡലത്തിലേക്ക് നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് തന്നെ ആളുകൾ വോട്ട് ചെയ്യാനെത്തുമോ എന്നൊരു ആശങ്ക മുന്നണികൾക്കുണ്ടായിരുന്നു. മുന്നണികളൊക്കെ തന്നെ കണക്ക് കൂട്ടിയിരുന്നത് ഒരു 72-73% പോളിംഗ് ശതമാനത്തിന്റെ അടുത്തായിരുന്നു കണക്ക് കൂട്ടിയിരുന്നത്. മുന്നണികളുടെ കണക്കുകൂട്ടലുകൾക്ക് അപ്പുറത്തുള്ള ഒരു പോളിംഗ് ശതമാനം ഇവിടെ രേഖപ്പെടുത്തിയെന്ന് പറയുമ്പോൾ ജനങ്ങളൊക്കെ തന്നെ ആ ഒരു വോട്ടിംഗിന്റെ പ്രാധാന്യം തിരിച്ചറിഞ്ഞുകൊണ്ട് പോളിംഗ് ബൂത്തിലേക്ക് എത്തിയെന്ന് വേണം മനസ്സിലാക്കാൻ. സുജയ പാർവതി, അപ്പോൾ സ്വാഭാവികമായിട്ടും മുന്നണികളുടെ വിജയ സാധ്യതകൾ, ജയപരാജയങ്ങളെ നിർണ്ണയിക്കുന്നതിൽ ഈ പോളിംഗ് ശതമാനം വഴിത്തിരിവാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. കൂടി പോകാം. മുബഷിർ പി അക്ബറാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.